നമ്മുടെ പ്രധാനമന്ത്രിക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന ചോദ്യം രാജ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഉയർന്നു വരികയാണ്. ഓരോ ദിവസവും മനുഷ്യന് മനസ്സിലാകാത്ത കുറേ കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. ഇതിപ്പോൾ എല്ലാവരെയും നേരത്തെ മുസ്ലിങ്ങളെ കുറ്റപ്പെടുത്തി, പിന്നീട് ഹിന്ദു മുസ്ലിം വർഗീയത ആളിക്കത്തിക്കാനുള്ള ശ്രമങ്ങൾ അദ്ദേഹം നടത്തി. അതെല്ലാം കഴിഞ്ഞ് അവസാന ഘട്ടത്തിലെത്തുമ്പോൾ നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയെയാണ് അദ്ദേഹം കയറി പിടിച്ചിരിക്കുന്നത്. മഹാത്മാഗാന്ധിയെ ഇന്ത്യൻ ജനത അറിയാൻ തുടങ്ങുന്നത് ഗാന്ധി സിനിമ ആയതിന് ശേഷമാണ് എന്ന രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഗാന്ധി സിനിമയ്ക്ക് മുൻപ് മഹാത്മാഗാന്ധിയെക്കുറിച്ച് ഇന്ത്യൻ ജനതയ്ക്ക് അറിയില്ലായിരുന്നു എന്ന് ഇന്ത്യയുടെ ഒരു പ്രധാനമന്ത്രി ഒരു മാധ്യമത്തിന് നൽകുന്ന അഭിമുഖത്തിൽ പറയുകയാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു അവസ്ഥ അതിഭീകരമായ ഒരു അവസ്ഥയിലാണ് എന്ന് നമുക്ക് കാണാതിരിക്കാൻ കഴിയില്ല. കാരണം ഗോഡ്സേക്ക് അമ്പലം സൃഷ്ടിക്കുന്ന ഒരു നാടായി നമ്മുടെ നാട് മാറുന്നുണ്ട്. ഗോഡ്സേക്ക് ആരാധനാമൂർത്തികളുള്ള ഒരുപാട് ആരാധകരുള്ള ഒരു രാജ്യമായി നമ്മുടെ രാജ്യം മാറുന്നു. അതിനെല്ലാം ചൂട്ട് പിടിച്ചു കൊടുക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്നെ പറയുന്നത് ഗാന്ധി സിനിമ റിലീസാകുന്നതിന് മുമ്പ് ഗാന്ധിജിയെ ലോകത്തിന് അറിയില്ലായിരുന്നു എന്ന്. മഹാത്മാഗാന്ധി മരിച്ച് അദ്ദേഹത്തിൻ്റെ ശവസംസ്കാരത്തിൻ്റെ വീഡിയോ ഇപ്പോഴും നമ്മുടെ എല്ലാ യൂട്യൂബ് ചാനലുകളിലും പ്രത്യേകിച്ചും ദൂരദർശൻ്റെയൊക്കെ ചാനലുകളിൽ കാണാൻ കഴിയും. അതുമായി ബന്ധപ്പെട്ട ആ ദൃശ്യങ്ങൾ ഒന്നെടുത്തു നോക്കാൻ പ്രധാനമന്ത്രി തയ്യാറായിരുന്നുവെങ്കിൽ ഈ ഒരു മണ്ടത്തരം അദ്ദേഹം പറയില്ലായിരുന്നു. ആ ബൈറ്റ് ഒന്ന് കാണാം. महात्मा गांधी एक बहुत बड़े महान आत्मा थे। क्या इस 75 साल में हमारी जिम्मेवारी नहीं थी क्या कि पूरी दुनिया महात्मा गांधी को जाने? कोई नहीं जानता, माफ करना मुझे। पहली बार जब गांधी फिल्म बनी तब दुनिया में क्यूरियोसिटी हुई, अच्छा ये क्या कौन है? हमने नहीं किया जी।